സർ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിൽ കൊളോക്കിയലായിട്ടുള്ള കുറച്ച് വേർഡ്സ് നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങുന്നത്. ചില പദപ്രയോഗങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം അൻവറിനെ വഞ്ചകൻ എന്ന് വിളിച്ചു, ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചു. ഇതൊക്കെ കുറച്ചും കൂടി മാന്യമായ പ്രയോഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനു മുൻപും പലതരത്തിലുള്ള പിണറായി വിജയൻ പദപ്രയോഗങ്ങൾ കേരളത്തിൽ വൈറലാണ്. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും നാവിൻ തുമ്പിൽ നിന്നും ഇത്തരം പദപ്രയോഗങ്ങൾ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ കേരളം എന്താ പറയാ അത്തരം വാക്കുകളെ ഏറ്റെടുക്കേണ്ടതുണ്ടോ? എങ്ങനെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പദപ്രയോഗങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുക്കും. കേരള സമൂഹം ഏറ്റെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയിലെ ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ടാണ്, ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ മലയാളികൾക്കും അതിന്റെ ഒരു ബാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ നീതു സൂചിപ്പിച്ചത് ശരിയാണ്. നമ്മുടെ പറഞ്ഞില്ലേ, മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ, മഹാകവി എഴുത്തച്ഛനെയാണ് ഭാഷയുടെ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്. അത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഭാഷയാണ്. അവരുടെ സൗകര്യാർത്ഥം ഇതിനകത്തേക്ക് ചില ആലങ്കാരിക പ്രയോഗങ്ങള്, ചില പദപ്രയോഗങ്ങളൊക്കെ കൊണ്ടുവരും. അതവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അവരിപ്പോ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാനായിട്ട് ചില സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടുവരും. ആ വാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് പിന്നെ കൂടുതലായിട്ടൊന്നും പറയേണ്ടി വരത്തില്ല. ആ വാക്കങ്ങ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് അവരെ കളിയാക്കുന്നതിനും ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അത്തരം വാക്കുകൾ അവസാനം സർവ്വസാധാരണമായിട്ട് അങ്ങ് മാറുകയാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് അങ്ങ് മാറും. അങ്ങനെ ഉള്ള കാര്യത്തില് ഈ ഇത്തരം രാഷ്ട്രീയ പ്രയോഗങ്ങൾ നടത്തുന്നതിൽ, രാഷ്ട്രീയ ഭാഷ പ്രയോഗിക്കുന്നതില് വളരെ മിടുക്കനായ രാഷ്ട്രീയക്കാരനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ സമീപകാലത്തുണ്ടായ പല വാക്കുകളും അതെല്ലാം രാഷ്ട്രീയത്തിലെ ഒരു വലിയ ശേഖരമായിട്ട് തന്നെ നിൽക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാം വേണമെങ്കിൽ. ഇന്നലെ മുമ്പേ നേതൃത്വം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അദ്ദേഹം നിലമ്പൂരിൽ പി വി അൻവറെ വിശേഷിപ്പിച്ചത് കേട്ടില്ലേ? വഞ്ചകൻ എന്നാണ് പറഞ്ഞത്. വഞ്ചകൻ. അൻവർ എന്ന വഞ്ചകൻ, ഇത്രയും നാള് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവസാനം കാലു മാറിയ വഞ്ചകൻ. ഈ വഞ്ചകൻ മുഖാന്തരമാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുങ്ങിയെന്നാണ്. അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി ലോ ഡിഗ്രിയിലുള്ളതാണ്, ഇച്ചിരി വളരെ താഴ്ന്ന പ്രയോഗമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് അതിനെ വലിയ, നമ്മൾ പറഞ്ഞില്ലേ, അതിനെ വലിയ ഗൗരവം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. വഞ്ചകൻ എന്നുള്ള ഒരു സാധാരണ പ്രയോഗമായിട്ട് നമ്മൾ കണ്ടാൽ മതി. പക്ഷെ ഇത് കൂടിയതുണ്ട്. ഉഗ്രസ്ഫോടനമുള്ള ശേഷിയുള്ള സാധനങ്ങൾ വേറെ അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്. ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് കേട്ടിട്ടില്ലേ? ഇസ്രായേല് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് നമ്മള് ഈ പറഞ്ഞതുപോലെ ബുഷാണ് പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ് പറഞ്ഞത് നാളെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ആക്രമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു. അന്നലെ അതിനും ചേർത്താണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അദ്ദേഹം ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് തെമ്മാടി രാഷ്ട്രം എന്നാണ് വിശേഷിപ്പിച്ചത്. തെമ്മാടി രാഷ്ട്രം. തെമ്മാടി എന്നുള്ളൊരു പ്രയോഗം സാധാരണയായിട്ട് അങ്ങനെ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ വായിൽ നിന്നും വരുന്നൊരു പ്രയോഗമല്ല. നമ്മൾ പറഞ്ഞില്ലേ, മറ്റു വിശേഷണങ്ങൾ എന്തെല്ലാം ഉപയോഗിച്ചാലും ശരി, തെമ്മാടി എന്നൊരു പ്രയോഗം ഒക്കെ വന്നു കഴിഞ്ഞാല് അത് ആളുകളിൽ അത്ര ഒരു സ്വീകാര്യത ഉണ്ടാക്കത്തില്ല. പക്ഷെ പിണറായി വിജയൻ പറയും. അദ്ദേഹത്തിന് അത് കൺവേ ചെയ്യാൻ, ആളുകളുടെ മുമ്പിൽ കൺവേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വാക്കായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അത് പ്രയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചാനൽ ചർച്ചകളിൽ, രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇത് സാധാരണമാണ് കേട്ടോ, ചാനൽ ചർച്ചകളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം കേൾക്കുന്നത്. തെമ്മാടി എന്നൊരു ഒരു പദപ്രയോഗം ഞാൻ കേട്ടത്. അത് ഞാൻ കേട്ടത് നേരത്തെ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോയ BJPയുടെ വക്താവായിരുന്ന ഒരു സന്ദീപ് വാര്യരുണ്ട്. സന്ദീപ് വാര്യരും അന്ന് കോൺഗ്രസിന്റെ വക്താവ്, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, ജ്യോതികുമാർ കാലയും തമ്മിൽ നടന്നൊരു ചർച്ചയാണ് ചാനൽ ചർച്ച. ചാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ ഇട്ട ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണുന്നതാണ്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് സന്ദീപ് വളരെ RSS പ്രവർത്തകനും BJPയുടെ വക്താവും കൂടാണ്. സന്ദീപ് എന്തോ ഈ ജ്യോതികുമാർ ചാമക്കാല പ്രധാനമന്ത്രിയെ എന്തോ മോശമായ രീതിയിൽ ഒരു വാക്ക് പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സന്ദീപിന്റെ വായിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ മാതിരി തെമ്മാടികളെ
ചാനൽ ചർച്ചയ്ക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളം കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പരസ്യമായിട്ട് ഒരു ദൃശ്യ മാധ്യമം കൂടെ അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. പിന്നീട് ഇപ്പൊ ചർച്ചയിൽ വന്ന ആളുകൾ അതേ തുടർന്ന് അവർ തമ്മിൽ വിവാദങ്ങൾ ഉണ്ടായി. സന്ദീപ് വീണ്ടും ഇപ്പൊ കോൺഗ്രസിൽ പോവുകയും ചെയ്തു. അവരിപ്പം പറഞ്ഞ പോലെ പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒക്കെ ചങ്ങായിമാരോ ആയി മാറുകയും ചെയ്തു. അങ്ങനെയുള്ള ആള് അതിൽ നിന്ന് ഇത് സർവ്വസാധാരണമായിട്ട് മാറി. ഇപ്പൊ ചാനൽ ചർച്ചയിൽ അത്തരം വാക്കുകളൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് പലരും പ്രയോഗിക്കുന്നത്. പക്ഷെ പിണറായിയുടെ സംഭാവനകൾ ഇതൊന്നുമല്ല. നമ്മൾ പറഞ്ഞതുപോലെ വഞ്ചകൻ ഗ്രേഡ് കുറഞ്ഞൊരു സംഭാവനയാണെങ്കിൽ ഗ്രേഡ് കൂടിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ. അദ്ദേഹത്തിന്റെ സംഭാവനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞില്ല, ഗ്രേഡിന്റെ അത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് പരനാറി എന്നൊരു പ്രയോഗം. രാഷ്ട്രീയ എതിരാളി വിശേഷിപ്പിച്ചതാണ്. എതിരാളി അതേവരെ കൂടെ നിന്നൊരാള്, അതേവരെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നൊരാള് അദ്ദേഹത്തിന്റെ മുന്നണി വിട്ടു, അതിനെതിരായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. ഈ എതിരാളി നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴും കൊല്ലത്തിന്റെ MP ആയിട്ടുള്ള ശ്രീ NK പ്രേമചന്ദ്രനാണ്. പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ MP ആണ്. അദ്ദേഹം MLA ആയിരുന്നു, കേരളത്തിന്റെ മന്ത്രിയായിരുന്നു, ബെസ്റ്റ് പാർലമെന്റേറിയൻ, ഒന്നാം തരം പാർലമെന്റേറിയൻ ആണ്. പാർലമെന്റിൽ അതിമനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു MP കൂടിയാണ് അദ്ദേഹം. നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നിർമ്മല സീതാരാമൻ ധനമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേട്ടില്ലേ? ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തെ താല്പര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് ഒരു താല്പര്യമുണ്ട് അദ്ദേഹത്തിൽ. അദ്ദേഹത്തെ ഒരിക്കലും പ്രത്യേകമായിട്ട് ഡിന്നറിന് ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതും വലിയ വിവാദമായിരുന്നു. അങ്ങനെയുള്ള സർവാദരണീയനാണ് പ്രേമേന്ദ്രൻ. അങ്ങനെ വലിയ വിവാദങ്ങളിലും ഒന്നും ചേരുന്നില്ല. അക്കാഡമിക് അദ്ദേഹം എടുക്കാനാണ്. അദ്ദേഹം നിയമത്തില് LLM എന്തോ റാങ്ക് ഹോൾഡറാണ്. LLM പരീക്ഷയിൽ റാങ്ക് ഹോൾഡറും കൂടിയാണ് അദ്ദേഹം. ഒന്നാണ്ട് സംസാരിക്കും. പ്രസംഗ മത്സരങ്ങളില്, സർവകലാശാല പ്രസംഗ മത്സരത്തിലൊക്കെ 1ാം സ്ഥാനം നേടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള പ്രേമേന്ദ്രൻ അവരുടെ ഒരു ചെറിയ പാർട്ടിയാണ് RSP എന്ന് പറയുന്ന ഒരു കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് RSP. ബേബി ജോൺ എന്നുള്ള ഒരു നേതാവ്, പിന്നെ പങ്കജാക്ഷൻ എന്നിവരൊക്കെ ഉള്ളവരായിരുന്നു നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു. അവരൊരു ചെറിയ പാർട്ടി കൊല്ലത്ത്, അവർക്ക് അത്യാവശ്യം 3-4 MLA-മാരും ഒക്കെ ഉണ്ടായിരുന്നു. കൊല്ലം കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം. പക്ഷെ നല്ല ആളുകളാണ്, നല്ല മെറിറ്റുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ RSPയിൽ LDF-ൽ നിന്ന് വിടുന്നു. പ്രേമചന്ദ്രൻ അതിനെതിരാകുന്നു. ചില സംഭാഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ CPM ഇടതുപക്ഷ നയത്തിനെതിരെ അത് സംസാരിച്ചെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ പിണറായി വിജയൻ ഉപയോഗിച്ച വാക്കാണ് പരനാറി. ആ പരനാറി എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് അത്തരം ഒരു വാക്ക്. ഇപ്പോഴങ്ങനെ സർവ്വസാധാരണമായിട്ട് ആരും ഉപയോഗിക്കാറില്ല, അങ്ങനെ ഒരു വാക്ക് വരാറില്ലെങ്കിലും പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ മെറിറ്റ് CPM-കാർ കൊടുക്കുകയാണെങ്കിൽ എതിരാളികൾ ഉടൻ തന്നെ പറയും, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ നേതാവ് എന്താണ് NK പ്രേമചന്ദ്രനെ വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ അതിലും കടുപ്പമായ പ്രയോഗം നടത്തി കളഞ്ഞ അദ്ദേഹം പണ്ട് താമരശ്ശേരി ബിഷപ്പിന്, ഈ വൈദികരെയും മറ്റ് സമൂഹത്തെയും ആക്രമിക്കുന്നതിന് CPM-കാർക്ക് അത്തരം കാര്യങ്ങളൊന്നും മടിയുള്ള ആളുകളല്ല. ചില സന്ദർഭങ്ങളില്ല, പിന്നെ അവർ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും കേട്ടോ, അത് വേറെ വിഷയം. താമരശ്ശേരി ബിഷപ്പിന് അദ്ദേഹം വിളിച്ചൊരു പ്രയോഗമുണ്ട്. നികൃഷ്ട ജീവി എന്നാണ് വിളിച്ചത്. നികൃഷ്ട ജീവി. എത്രയോ വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ്, എത്രയോ ആരാധകരുള്ള ആളാണ്, അങ്ങനെയുള്ള ബിഷപ്പാണ് അദ്ദേഹം. ഒരുപാട് ജനസമൂഹം അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടും ഉണ്ട്. മത്തായി ചാക്കോ എന്ന് പറയുന്ന CPM MLA-യുടെ ശവസംസ്കാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്തോ തടസ്സമോ ബുദ്ധിമുട്ടോ മറ്റോ പറഞ്ഞ സന്ദർഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് പിണറായി വിജയൻ ഉപയോഗിച്ച വാക്കാണിത്. അത്തരത്തിലുള്ള നികൃഷ്ട ജീവികൾ എന്ന് പറഞ്ഞു കളഞ്ഞ അദ്ദേഹം. കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് അരമനയിൽ ചെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് എന്ന കാര്യത്തിൽ വിശദീകരിക്കുകയും ക്ഷമ ചോദിക്കുകയാണോ ചെയ്തതെന്ന് അറിയത്തില്ല. എന്തായാലും ആ തർക്കം പിന്നീട് അങ്ങ് അവസാനിച്ചു. അതേപോലെ തന്നെ CPM-ല് ആ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി, കേരളത്തിൽ MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. പോളിറ്റ് ബ്യൂറോ മെമ്പർ ആൻഡ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കൂടെ ആണ്. വലിയ പരമോന്നത പദവിയിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം. പണ്ട് ഇതുപോലെ ഈ രൂപതകൾ, അവിടെയാണല്ലോ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ രൂപതകൾ, അതിരൂപതകൾ എന്നൊക്കെയാണല്ലോ അതിനെ അറിയപ്പെടുന്നത്. അതിന്റെ ഒരു നിലവാരം അനുസരിച്ച് അതിനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ രൂപതകൾ, ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്കൂളുകളും ഉണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റേ ആതുര ആശുപത്രികളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇവര് അവിടെ പൈസ വാങ്ങിക്കുന്നു എന്തൊക്കെയോ ഒരു ആരോപണങ്ങൾ വന്നു. എയ്ഡഡ് സ്ഥാപനങ്ങളാണ്, അവിടെ ഒക്കെ പൈസ വാങ്ങിക്കുന്നു എന്നുള്ള ആരോപണം വന്നപ്പോൾ
സാക്ഷാൽ എം.എ. ബേബി ഒരിക്കൽ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളെന്ന് ആലോചിക്കണം. എം.എ. ബേബി രൂപതയെ വിശേഷിപ്പിച്ചത് രൂപാത രൂപാത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറിയെന്നാണ്. വളരെ ആക്ഷേപം. 20% കേരളത്തിൽ ക്രിസ്ത്യൻസ് ഉള്ള സമൂഹമാണ് കേരളത്തിൽ. അങ്ങനെയൊക്കെ ഒരു വിശേഷിപ്പിച്ചു കളയും. അതിനും ഉപരിയായിട്ട് പിണറായി വിജയന്റെ സൂപ്പർ പ്രയോഗം എന്ന് പറയുന്നത് കുലംകുത്തികളാണ്. കുലംകുത്തി പ്രയോഗം ഇപ്പോഴും സാധാരണയായിട്ട് ആളുകൾ പ്രയോഗിക്കുന്നുണ്ട് വാക്കാണത്. കുലംകുത്തിയാകരുതേ, കുലംകുത്തിയാകരുതേ, കുലത്തിന് ദോഷമുള്ളവനായി മാറരുതേ എന്നുള്ളത്. ഇത് അദ്ദേഹം പ്രയോഗിക്കാനുള്ള സന്ദർഭം എന്ന് പറയുന്നത് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വി.എസ്. അച്യുതാനന്ദൻ വിശേഷിപ്പിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, അവൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നാണ് വി.എസ്. വിശേഷിപ്പിച്ചത്. ഒരുപാട് ആരാധകർ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിനെ നമുക്കറിയാമല്ലോ, 51 വെട്ട് വെട്ടി കൊന്നെന്നാണ് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. എത്ര വെട്ട് വെട്ടിയെന്ന് നമ്മൾ എണ്ണം ആരും എടുക്കാൻ പോയിട്ടില്ല. എന്തായാലും 51 വെട്ട് വെട്ടി ഈ ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതാണ്. അദ്ദേഹം പ്രസ്ഥാനത്തിനെതിരായിട്ട് വന്നിട്ട് അവിടെ RMB, CPM-ന്റെ നിലപാടുകൾക്കെതിരായിട്ട് വന്ന് RMB എന്നും പറഞ്ഞൊരു സംഘടന രൂപീകരിക്കുകയും അത് ഇതിന് CPM-ന് വളരെ ദോഷകരമായിട്ട് മാറുകയും ചെയ്ത സമയത്താണ് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്നത്. വെട്ടിക്കൊല്ലുന്ന പ്രതികളെല്ലാം കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ വിധവ രമ ഇപ്പോഴും നിയമസഭയിൽ MLA-ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ ടി.പി.യെ കൊലപ്പെടുത്തിയ സമയത്ത് അതിനിടയിൽ വി.എസ്. ഒരു കാര്യം കൂടെ അതിനിടയിൽ ചെയ്തു കളഞ്ഞു. വി.എസിന് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ടി.പി.യെ കൊലപ്പെടുത്തിയ കാര്യത്തിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് LDF-ന് വളരെ നിർണായകമായ ജയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ആ സമയത്ത് വി.എസ്. ആ വീട്ടിൽ പോയി. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥ, ടി.പി.യെ വെട്ടിക്കൊന്നിട്ട് ഏതാണ്ട് ദിവസങ്ങൾ അങ്ങോട്ടേ ആയിട്ടുള്ളൂ. ആശ്വസിപ്പിക്കാനായിട്ട് അന്ന് അവർ പറഞ്ഞിരുന്നു, രമയടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വീട്ടിൽ കയറ്റത്തില്ല എക്സെപ്റ്റ് വി.എസ്. അച്യുതാനന്ദൻ വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വീട്ടിൽ കയറ്റത്തുള്ളൂ എന്നുള്ളത്. അത്ര വിരോധമായിരുന്നു. വി.എസിനെ അവർ സ്വീകരിച്ചു. വി.എസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രമ കരയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ വെച്ചിട്ടാണ് പാർട്ടി അണികളെ ശാന്തരാക്കാൻ വേണ്ടി ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ചത്. ടി.പി. ചന്ദ്രശേഖരനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കുലംകുത്തി എന്നാണ്. കുലത്തിന് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളെന്നാണ്. ഒരു പക്ഷെങ്കില് വി.എസിനെ കൂടെ ഉദ്ദേശിച്ചായിരിക്കും. എന്താണ് അത് അദ്ദേഹം പ്രയോഗിച്ചെന്നറിയത്തില്ല. എന്തായാലും കുലംകുത്തി പ്രയോഗം സർവ്വസാധാരണമാണ്. അപ്പൊ ഇത്തരത്തില് വളരെ ഡൈനാമിക്റ്റും ഗുണ്ടുകളുമായ പ്രയോഗങ്ങൾ രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട് കേട്ടോ, വലിയ സ്വീകാര്യതയുണ്ട്. വളരെയൊക്കെ വലിയ കൈയടിയൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നതുമാണ്. എന്ന് കരുതിയിട്ട് ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ദോഷകരമായതും അപകടകരമായതും ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞില്ല, ചിലപ്പോൾ അതിന്റെ അതിർ ലംഘിക്കുന്നതുമായ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തുമെങ്കിലും അദ്ദേഹം ചില വലിയ കോൺട്രിബ്യൂഷൻസ് വേറെ നടത്തിയിട്ടുണ്ട് ഭാഷാപരമായിട്ട്. കണ്ണൂരിൽ സർവ്വസാധാരണമായ ഒരു പ്രയോഗമായിരുന്നു ഒക്കച്ചങ്ങായിമാര്. അത് തിരുവിതാംകൂറിൽ ആർക്കും ഒന്ന് പരിചയമില്ലാത്തൊരു വാക്കാ ഒക്കച്ചങ്ങായിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഈ വിവാഹ സമയത്ത്, അങ്ങനെയാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, വിവാഹ സമയത്ത് വരനോടൊപ്പം സഞ്ചരിക്കുകയും സർവ്വസാന്ദ്രത്തോടു കൂടി നടക്കുകയും അത് വരന്റെ എല്ലാ കാര്യങ്ങളും ആദ്യാവസാനം പിന്നെ തലമുടി ചെയ്യി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സഹായിക്കുന്ന ആളുകളെയാണ് ഈ ഒക്കച്ചങ്ങായിമാരെന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. തിരുവിതാംകൂറിൽ അത്തരം പ്രയോഗങ്ങളൊന്നുമില്ല, അത്തരം പ്രയോഗങ്ങൾ വാക്കുകളില്ല. പക്ഷെ ഇതിപ്പോ സർവ്വസാധാരണമായി. കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഒക്കച്ചങ്ങായി പ്രയോഗം. ഇപ്പൊ തെക്കൻ തിരുവിതാംകൂറിലെ രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിണറായി ഇത് വാക്ക് പ്രയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്ന് ഇതുപോലെ തന്നെയാണ്. അവിടെ പിന്നെ ശബരിമല പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസും BJP-യും ഒരേ മനസ്സോടുകൂടി ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് ഈ ഒക്കച്ചങ്ങായി. പിന്നെ സ്പീക്കർ ഷംസീറും അതിങ്ങനെ കൂടുതലായിട്ട് പ്രചാരം കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒക്കച്ചങ്ങായിമാർ. അപ്പൊ അങ്ങനെ ഇപ്പൊ തിരുവിതാംകൂറിൽ ഞാൻ മുമ്പേ പറഞ്ഞത് തിരുവിതാംകൂറിലും അതിവ്യാപകമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ പരസ്പര ആശയപരമായിട്ട് ഭിന്നത്തിലാണെങ്കിലും ഒന്നിച്ചു പോകുന്ന ആളുകളെ ഇവരൊക്കെ ഒക്കച്ചങ്ങായിമാരാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറെ ചില പ്രയോഗങ്ങളുണ്ട്. നമ്മുടെ മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയ സമയത്ത് കടക്കൂ പുറത്ത് എന്നുള്ള ഒരു പ്രയോഗം, അത് പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാണ്. പിന്നെ പിപ്പിടി വിദ്യ എന്നൊരു പ്രയോഗം, അതും എന്താണ് മലബാറിലെ പ്രയോഗമാണെന്നാണ് എനിക്ക് അത് അർത്ഥം കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ പിപ്പിടി വിദ്യ കാണിച്ച്, അത് മാത്യു കുഴൽനാടൻ MLA-യോടാണെന്ന് തോന്നുന്നു നിയമസഭയിൽ വെച്ച് അദ്ദേഹം മകൾക്കെതിരെയുള്ള ആരോപണം വന്ന സമയത്ത് പറഞ്ഞത്, ഇത്തരത്തിലുള്ള പിപ്പിടി വിദ്യ കൊണ്ടൊന്നും എന്നെ പേടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രയോഗങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്.
പിന്നെ കെ സുധാകരനെതിരെ KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ പറഞ്ഞതും വളരെ എല്ലാവർക്കും പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇവർ തമ്മിൽ രാഷ്ട്രീയ എതിരാളികളായിരുന്ന സമയത്ത് സുധാകരനെ ആക്രമിച്ച സമയത്ത് സുധാകരന്റെ കുറച്ച് ആളുകൾ ഇവരെ പിണറായി വിജയൻ അടക്കമുള്ളവരെ ആക്രമിക്കാനായിട്ട് വന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു പ്രത്യേകതരം ഏക്ഷനിലൂടെ, അദ്ദേഹം ACTION എന്നുള്ള വാക്കിനെ മലബാറിൽ എങ്ങനെയായിരിക്കും ഏക്ഷൻ എന്നാണ് പറയുന്നത്, ഒരു പ്രത്യേകതരം ഏക്ഷനിലൂടെയാണ് ഞങ്ങൾ അത് കീഴ്പ്പെടുത്തി സുധാകരനെ അടിച്ചോടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അപ്പൊ ഇടക്കാലത്ത് പിന്നെ അതായിരുന്നു ഒരു പ്രത്യേകതരം, പിണറായി വിജയന്റെ പ്രത്യേകതരം ഏക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ കുറച്ച് നല്ല വാക്കുകളും സ്ഫോടനാത്മകമായ വാക്കുകളും ശാന്തമായ വാക്കുകളും നമുക്ക് അറിയേണ്ടതായ വാക്കുകളും ഒക്കെ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, രാഷ്ട്രീയ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ മികച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നലെ പറഞ്ഞതൊക്കെ വളരെ ഗ്രേഡ് കുറഞ്ഞതാണ്. അപ്പൊ ഇനിയും വരാം. ഇനി ദിവസങ്ങളുണ്ട്, 2-3 ദിവസം കൂടെ അദ്ദേഹം മണ്ഡലത്തിലുണ്ട്. നമ്മൾ എന്തും പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ ഒരു ആകാംക്ഷയോടുകൂടിയാണ് നമ്മുടെ സാംസ്കാരിക കേരളം കാത്തിരിക്കുന്നതെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില പദപ്രയോഗങ്ങൾ വൈറലാവുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇസ്രയേലിനെ തെമാടി രാഷ്ട്രമെന്നും PV അൻവറിനെ വഞ്ചകനെന്നും വിളിച്ചു. ഇതിനു മുൻപും പലതരത്തിലുള്ള പ്രയോഗങ്ങൾ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചർച്ചയിലൂടെ രാജഗോപാൽ സർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളെ വിലയിരുത്തുകയായിരുന്നു. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.